ചിരിക്കരുതേ. അനീസ് ലോക പെണ്ണച്ചി. എന്തോന്ന്? എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. അറിയില്ലേ, മനസ്സിലാവും. സ്വഭാവം മനസ്സിലാവും. ഞാൻ കണ്ണ് അടിച്ചിട്ട് കിടക്കുന്ന ഞാൻ കണ്ട് ഇവൻ സമനില തെറ്റി ചെയ്യുന്ന കണ്ണടിച്ചിട്ട് കിടക്കുന്ന ഞാൻ കണ്ണടിച്ചിട്ട് ഇങ്ങനെ ആ തൊണ്ടയില് പിടിച്ചിട്ട് മുഖത്തില് 2 അടി കൊടുക്കണേ. അനീസ് പോണ ദിവസം മുതൽ അനുമോൾക്ക് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. അവന് ഏതാ ലോകത്തിലെ ജീവിക്കുന്ന ജീവിയാണ് അവന്. അവനെ ആരെയൊക്കെ ചോദിച്ചു മൂവി ചെയ്ത് ഐ ഡിഡ്ന്റ് സീ. നീ അവിടെയാ പോയിട്ട് ഓരോ ആർട്ടിസ്റ്റൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന അറിയത്തില്ല. ഒരു പൊടിക്ക് അടങ്ങടേ. നീ ചോദിക്കുന്ന മൂവി ചെയ്ത് നീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ ആരാ? നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ and he can dominate everyone and nobody see he is അനുമലിന്റെ കൂടെ അവൻ എങ്ങനെ സംസാരിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ സംസാരിക്കുന്ന രീതി അവനക്ക് അറിയത്തില്ല. സത്യം പറയുള്ളൂ. സാനബസ് എന്താ ചെയ്യുക ആ വീട്ടിലെ? ആ ജസലിന്റെ ചട്ടിയും ബ്രാവും നോക്കിയിരിക്കുന്ന ആളാണ് അവന്. ഓരോരോ ഹോബികളുണ്ടല്ലോ, ഇതാ അങ്ങേരുടെ ഹോബി. ജസ്റ്റ് ഫോർ എ രസം. അവനെ പറയുന്നില്ലേ ബിഗ് ബോസ് സാനബസ് പോയിട്ട് നോമിനേഷനിൽ കൊടുത്ത് അവനെ പറയുന്നത് ഈ ഡ്രസ് ശരിയില്ല, അതിനാണ് ഞാൻ ജിസേലിക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. Who the hell you are to talking about one girl's dress? One girl will decide what she can wear. If she is wearing a bikini also, she is sitting also. You are not at all the person who can judge her, right? ഓരോ ജന്മങ്ങളെ. That is the reason why I am so angry. ആ ദിവസം മുതൽ ഒരേ ആള് ജസലിന്റെ ബാക്കില്, ഓരോ ആള് എന്താ പറഞ്ഞ രേണുന്റെ ബാക്കില്. Why you people are Renu Studios back? Make your content. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ.